ഒരു കുറ്റകൃത്യം നടന്ന സ്ഥലത്തു നിന്നും ഒരുപാട് സൂചനകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകാൻ സഹായകമായ തെളിവുകളിലൊന്നാണ് രക്തം. രക്തത്തിന്റെ സാന്നിധ്യം ഒരു കുറ്റകൃത്യം നടന്നു എന്ന് സ്ഥാപിക്കുകയും അതിൽ നിന്ന് ലഭിക്കുന്ന DNA എവിഡൻസ് പ്രതിയെയോ ഇരയെയോ ഒരു കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. കുറ്റകൃത്യം നടന്നിടത്തു നിന്നും ലഭിക്കുന്ന പ്രധാന തെളിവുകളാണ് ബ്ലഡ്, സെമൻ, സലൈവ, യൂറിൻ എന്നിവ. ഇവയിൽ നിന്നെല്ലാം DNA എവിഡൻസ് ലഭിക്കുമെങ്കിലും ഏറ്റവും സഹായകരമായി DNA എവിഡൻസ് ലഭിക്കുന്നത് രക്തത്തിൽ നിന്നാണ്. ഇത്രയും പ്രാധാന്യമുള്ള രക്തത്തെ മറ്റു ലായനികളിൽ നിന്നും കറകളിൽ നിന്നും വേർതിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. ഒരു കുറ്റകൃത്യം നടക്കുന്ന ആ പ്രത്യേക ലൊക്കാലിറ്റിയെ അറിയപ്പെടുന്നത് സീൻ ഓഫ് ക്രൈം അഥവാ സീൻ ഓഫ് ഒക്കറൻസ് എന്നാണ്. പലതരത്തിലുള്ള സീൻ ഓഫ് ക്രൈം അഥവാ സീൻ ഓഫ് ഒക്കറൻസ് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഒരേ തരത്തിലുള്ള രണ്ട് സീൻ ഓഫ് ക്രൈം നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കാറില്ല. അഥവാ അത് കാണാൻ സാധിച്ചാൽ തന്നെ അത് ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റഡ് ആയി. സീൻ ഓഫ് ക്രൈം നടക്കുന്നത് അല്ലെങ്കിൽ സീൻ ഓഫ് ക്രൈം ഒരു ക്ലോസ്ഡ് ഏരിയക്കകത്താണ് എങ്കിൽ അതിനെ നമ്മൾ ഇൻഡോർ എന്നും, അതുപോലെ തന്നെ സീൻ ഓഫ് ക്രൈം ഒരു ഓപ്പൺഡ് ഏരിയക്കകത്താണെങ്കിൽ നമ്മളതിനെ ഔട്ട്ഡോർ സീൻ ഓഫ് ക്രൈം എന്നും പറയാറുണ്ട്. നമ്മുടെ ഇൻഡോർ സീൻ ഓഫ് ക്രൈമിന് എക്സാമ്പിളാണ് വീടിനുള്ളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ, ഓഫീസുകളുടെ ഉള്ളിൽ നടക്കുന്നത്, അതുപോലെ തന്നെ സ്കൂളുകളുടെ ഉള്ളിൽ നടക്കുന്നത്, ചിലപ്പോൾ ബാത്റൂമിൻ്റെ ഉള്ളിലൊക്കെ നടക്കുന്നത്. അങ്ങനെ ഒരു ക്ലോസ്ഡ് ഏരിയക്കകത്താണ് സീൻ ഓഫ് ക്രൈം നടക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഡോർ സീൻ ഓഫ് ക്രൈം. പക്ഷെ ചിലപ്പോൾ പല ക്രൈമുകളും നമുക്ക് ഓപ്പൺഡ് ആയിട്ടുള്ള സ്പേസിൽ കാണാൻ സാധിക്കും. അതിന് നമുക്ക് ഔട്ട്ഡോർ സീൻ ഓഫ് ക്രൈം എന്ന് വിളിക്കാം. അതായത് ഒരു പാഡി ഫീൽഡിൽ നടക്കുന്ന ഒരു കുറ്റകൃത്യം, അല്ലെങ്കിൽ ഒരു ഓപ്പൺഡ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു കുറ്റകൃത്യം, അതുപോലെ തന്നെ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ നടക്കുന്ന കുറ്റകൃത്യം, ഇതൊക്കെ നമുക്ക് ഔട്ട്ഡോർ സീൻ ഓഫ് ക്രൈം എന്ന് പറയാൻ സാധിക്കും. നമുക്ക് പലതരത്തിലുള്ള സീൻ ഓഫ് ക്രൈമുകൾ നമുക്ക് കാണാൻ സാധിക്കും. മർഡർ കേസുകൾ, അതായത് കൊലപാതക കേസുകൾ, അതുപോലെ തന്നെ മർഡർ അറ്റംപ്റ്റ് കേസുകൾ, കൊലപാതക ശ്രമങ്ങൾ നടക്കുന്ന കേസുകൾ, അതുപോലെ തന്നെ ചില പീഡന കേസുകൾ, റേപ്പ് കേസസ്, സെക്ഷൽ അസോൾട്ട് കേസസ്, അതുപോലെ തന്നെ ചില ഹിറ്റ് ആൻഡ് റൺ ഓവർ കേസസ്, വണ്ടി ഇടിച്ചിട്ട് ആളെ അപായപ്പെടുത്തുന്ന കേസുകൾ, വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോകുന്ന കേസുകൾ. അപ്പം അങ്ങനെയുള്ള കേസുകളിലെല്ലാം രക്തക്കറ പ്രധാനപ്പെട്ട ഒരു തെളിവായി മാറാറുണ്ട്. പക്ഷെ പലപ്പോഴും രക്തക്കറകളെ അനുകരിക്കുന്ന മറ്റ് കറകൾ നമുക്ക് സീൻ ഓഫ് ക്രൈമിൽ കാണാൻ പറ്റും. വെറ്റില മുറുക്കിൻ്റെ ചാറ്, ആ വെറ്റില മുറുക്കി തുപ്പുന്നതിൻ്റെ കറ, അതുപോലെ തന്നെ ചില വൃക്ഷങ്ങളുടെ കായ്കളുടെ കറ, നമ്മുടെ വാളൻ പുളിയുടെ കറ, അതുപോലെ തന്നെ കണിക്കൊന്നയുടെ പഴുത്ത ഫ്രൂട്ടിൻ്റെ കറ, പിന്നെ ഗുൾമോഹർ ചെടിയുടെ ഫ്രൂട്ടിൻ്റെ കറ, അതുപോലെ തന്നെ വാഴക്കറ, പിന്നെ അത് പല ചായങ്ങൾ, പലതരത്തിലുള്ള പെയിന്റുകൾ, ഇതൊക്കെ നമുക്ക് ഒരുപക്ഷെ ബ്ലഡ് സ്റ്റെയിൻ ആണോ എന്ന് സംശയം ജനിപ്പിക്കുന്നതായിരിക്കും. അപ്പം അവയിൽ നിന്ന് എങ്ങനെയാണ് ബ്ലഡ് സ്റ്റെയിൻ ആണോ എന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അങ്ങനെ ബ്ലഡ് സ്റ്റെയിനെ അത് ബ്ലഡ് സ്റ്റെയിൻ ആണ് എന്ന് പ്രാഥമികമായി നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു പരീക്ഷണമാണ്, ഒരു ടെസ്റ്റാണ് TMB ടെസ്റ്റ്. ടെട്രാമീഥൈൽ ബെൻസിൻ ടെസ്റ്റ് എന്നാണ് TMB ടെസ്റ്റിന്റെ പൂർണ്ണ ഒരു. TMB ടെസ്റ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത് TMB റിയേജന്റും ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷനുമാണ്. അപ്പോൾ നമുക്ക് രക്തക്കറ എന്ന് സംശയം തോന്നുന്ന ആ കറയെ നമ്മൾ വാട്ട്മാൻ നമ്പർ 1 ഫിൽട്ടർ പേപ്പറിലോട്ട് ട്രാൻസ്ഫർ ചെയ്തെടുക്കുന്നു. ഇതിൽ കാണിക്കുന്നത് പോലെ 4ആയിട്ട് മടക്കി ഒരു പോർഷൻ ആ രക്തക്കറയിൽ ജസ്റ്റ് ടച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന, ഫ്രഷ്ലി പ്രിപ്പയർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡ്രോപ്പ് TMB റിയേജന്റ് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഡ്രോപ്പ് ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. അത് രക്തക്കറയാണെങ്കിൽ ഇവിടെ കാണുന്നത് പോലെ അതോടൊപ്പം തന്നെ ബ്ലൂയിഷ് ഗ്രീൻ കളർ, നീല കലർന്ന പച്ച നിറം ഉണ്ടാക്കുന്നതായിരിക്കും. ബ്ലൂയിഷ് ഗ്രീൻ കളർ വന്നാൽ നമുക്ക് പ്രാഥമികമായി അത് ബ്ലഡ് ആണെന്ന് പറയാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ TMB ടെസ്റ്റിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. രക്തത്തിന് ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ആ ഹീമോഗ്ലോബിന് 2 ഭാഗങ്ങളുണ്ട്. ലോഹനിർമ്മിതമായ ഹീമും അതുപോലെ തന്നെ പ്രോട്ടീൻ നിർമ്മിതമായ ഗ്ലോബിൻ പാർട്ടും ഉണ്ട്. ഈ ഹീം പാർട്ടില് ഒരു രാസാഗ്നിയുടെ ആക്ടിവിറ്റി ഉണ്ട്. രാസാഗ്നിയെ എൻസൈം എന്നാണ് വിളിക്കുന്നത്. ഒരു എൻസൈമാറ്റിക് ആക്ടിവിറ്റി. പെറോക്സിഡേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ആക്ടിവിറ്റി ഹീം പാർട്ട് കാണിക്കുന്നുണ്ട്. എന്താണ് പെറോക്സിഡേസ് എൻസൈം ചെയ്യുന്നത്? പെറോക്സിഡേസ് എൻസൈം ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന കെമിക്കലിനെ സ്പ്ലിറ്റ് ചെയ്ത് വാട്ടറും ഓക്സിജനുമാക്കി മാറ്റുന്നു. ഹൈഡ്രജൻ പെറോക്സൈഡിനെ സ്പ്ലിറ്റ് ചെയ്ത് വാട്ടറും ഓക്സിജനുമാക്കി മാറ്റാൻ കഴിവുള്ള ഒരു രാസാഗ്നി അഥവാ എൻസൈമാണ്
പെറോക്സിഡേസ്. ഇതേ ആക്ടിവിറ്റിയാണ് നമ്മുടെ രക്തത്തിന് ചുവപ്പ് നിറം കൊടുക്കുന്ന ഹീമോഗ്ലോബിന്റെ പാർട്ടായ ഹീമിനും ഉള്ളത്. അപ്പോൾ ഈ ഹീം എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹീമിന് പെറോക്സിഡേസ് ആക്ടിവിറ്റി ഉള്ളത് കൊണ്ട് ബെൻസിൻ ടെസ്റ്റിന്റെ സമയത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു ഡ്രോപ്പ് ഹൈഡ്രജൻ പെറോക്സൈഡിനെ വിഘടിപ്പിച്ച് വാട്ടറും നേസന്റ് അഥവാ അറ്റോമിക് ഓക്സിജനുമാക്കി മാറ്റുന്നു. ഈ അറ്റോമിക് ഓക്സിജൻ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത TMB റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുന്നു. ആ പ്രോഡക്റ്റിന്റെ കളർ ബ്ലൂയിഷ് ഗ്രീൻ കളറാണ്. ബ്ലൂയിഷ് ഗ്രീൻ കളർ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ബ്ലഡിന്റെ സാന്നിധ്യത്തെ പ്രാഥമികമായി ഉറപ്പുവരും. TMB ടെസ്റ്റിന് മുമ്പ് വളരെ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന രക്തത്തെ തിരിച്ചറിയാനുള്ള ഒരു പ്രാഥമിക ടെസ്റ്റ് ആയിരുന്നു ബെൻസിൻ ടെസ്റ്റ്. പക്ഷേ ബെൻസിൻ ടെസ്റ്റിന്റെ ഉപയോഗിക്കുന്ന ബെൻസിൻ റിയേജന്റ് ക്യാൻസർ കോസിംഗ് ആണ്, കാഴ്സിനോജനിക്കാണ്, അർബുദ രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ബ്ലാഡർ ക്യാൻസറും മറ്റ് പലതരത്തിലുള്ള ക്യാൻസർ ഉണ്ടാക്കുന്നതുകൊണ്ട് അത് ബാൻ ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഈ ബെൻസിന്റെ ഡെറിവേറ്റീവായ ടെട്രാമീഥൈൽ ബെൻസിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ടെസ്റ്റ് വരികയും അത് വ്യാപകമാവുകയും ചെയ്തു. ടെട്രാമീഥൈൽ ബെൻസിൻ ടെസ്റ്റിന് കൺവെൻഷണൽ ആയിട്ടുള്ള ബെൻസിൻ ടെസ്റ്റിനേക്കാൾ ഉള്ള അഡ്വാൻറ്റേജ് അഥവാ മേന്മകൾ ഇതാണ്. ഒന്ന്, അതിന് കാഴ്സിനോജനിക് എഫക്റ്റ് തീരെയില്ല. രണ്ടാമത്തെ മേന്മ എന്ന് പറഞ്ഞാൽ അതിന്റെ സെൻസിറ്റിവിറ്റി അഥവാ സംവേദനക്ഷമത എന്ന് പറയുന്നത് ബെൻസിൻ ടെസ്റ്റിനേക്കാൾ വളരെ കൂടുതലാണ്. ബെൻസിൻ ടെസ്റ്റിന്റെ സെൻസിറ്റിവിറ്റി 1:5 lakh ഡൈലൂഷൻ ആണെങ്കിൽ TMB ടെസ്റ്റിന്റെ സെൻസിറ്റിവിറ്റി 1:10 lakh ഡൈലൂഷൻ. ക്രൈം കേസുകളിൽ ട്രേസ് എവിഡൻസായി ലഭിക്കുന്ന കറകൾ സുപ്രധാന തെളിവായ രക്തം തന്നെയാണോ എന്നുള്ളത് പരിശോധിക്കുന്നതിന് ഒരു ഫോറൻസിക് എക്സ്പേർട്ടിനെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റാണ് TMB ടെസ്റ്റ്.